നാലാമത് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് പരിഹരിക്കുന്ന ഒരു രീതിയാണ്. ഒരു വലിയ കല്ലിനെ ചെറിയ കല്ലുകളാക്കി പൊട്ടിക്കുന്ന ഒരു രീതി. ഉദാഹരണമായിട്ട് നമുക്ക് എപ്പോഴും നല്ല ക്ഷീണം തോന്നാറുണ്ട്. ആ ക്ഷീണം തോന്നുന്നതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക. അതൊരു പക്ഷേ ഉറക്കക്കുറവായിരിക്കാം, ഭക്ഷണം കഴിക്കുന്നത് കുറവായതുകൊണ്ടായിരിക്കാം. അപ്പൊ ആദ്യം അതിൽ നിന്ന് ഒരു കാരണം മാത്രം നമ്മൾ എടുക്കാം, ഉറക്കക്കുറവ് എന്നുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ ഉറങ്ങിയിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നെക്സ്റ്റിലേക്ക് പോകാം. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആദ്യം ആ ഒരു പ്രശ്നത്തെ നമ്മൾ തരംതിരിക്കണം. ഉദാഹരണമായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ സമയം തികയുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എത്ര സമയമാണ് ജോലി ചെയ്യുന്നത്, എത്ര സമയം നമ്മൾ വെറുതെ പാഴാക്കുന്നുണ്ട്, എന്തെല്ലാം ജോലികളാണ് നമുക്കുള്ളത്. ഒരുപക്ഷെ ഇത് തരംതിരിക്കുന്ന സമയത്താവും നമ്മൾ ഒരുപാട് സമയം വെറുതെ ഫോണിൽ ചെലവഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നമ്മൾ പരിഹരിക്കും? അപ്പൊ അത് ഘട്ടം ഘട്ടമായിട്ട് പരിഹരിക്കാം എന്നുള്ളത് എഴുതി വെക്കുക. മൂന്നാമത്തെ എന്ന് പറയുന്നത് ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരുമിച്ച് പരിഹരിക്കാൻ നിൽക്കരുത്. ഓരോന്ന് മാത്രമായിട്ട് നമ്മൾ പരിഹരിക്കാൻ പാടുള്ളൂ. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ പരാജയങ്ങളെ പഠിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ലൈഫിൽ ഒരു പരാജയം ഉണ്ടായാൽ എന്തുകൊണ്ടാണ് ആ പരാജയം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റണം. എന്നിട്ടാണ് നമ്മൾ അതിൽ നിന്ന് ഓൺ ചെയ്യേണ്ടത്.